പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 രൂപ അയച്ചു കൊടുക്കുന്നു. UPI ലൈറ്റ് 100 100 യെസ്, ഒരു 3 ലവ് ചിഹ്നവും കൂടെ ഇട്ടേക്കുന്നു. ധ്യാനത്തിലേക്കൊക്കെ പോയി. ധ്യാനത്തിലേക്ക് പോയപ്പോഴെന്താണ്? മനസ്സിൽ ഭയങ്കരമായിട്ട് വീട്ടിൽ ജോലി ചെയ്ത് തരുന്നതിന്റെ അതും പറഞ്ഞു പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും കെട്ടിത്തരുന്നത്. ആട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച് എന്തൊക്കെയോ ഭയാനകമായ ഒരു എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. കണ്ണടച്ചിരുന്ന് ധ്യാനം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ധ്യാനം ചെയ്യണമെന്നും പറയുന്നുണ്ട്. കണ്ണടച്ചിരുന്നാൽ ഭയാനകമായ എന്തൊക്കെയൊന്നും. ഇത് തന്നെയായിരുന്നു എനിക്ക്. ആർക്കും ഒരു ശല്യമില്ലാതെ ഒരിടത്തിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മുടെ കണ്ണടച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും സംഭവങ്ങളും ഒക്കെയും വന്നെത്തുകയാണ്. അത് മനസ്സാണത്, നമ്മുടെ മനസ്സിലാണത് വരുന്നത്. മനസ്സുകൊണ്ട് എത്തിക്കുന്നതാണ്. മനസ്സ് എത്തിക്കുക ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഭയക്കും. ആദ്യം എന്ത് ചെയ്യും? നമ്മളൊന്ന് ഭയക്കും. ഭയക്കേണ്ടതില്ല. ഇതുപോലെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഗുരുനാഗ സൈലന്തി ദേവിയുള്ളൂ. കാരണം അത് മനസ്സാണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ തന്നെ മനസ്സാണ്, മറ്റാരുടെയും മനസ്സല്ല. നിങ്ങളുടെ തന്നെ മനസ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഭയാനകമായതിനെയൊക്കെയും നമ്മൾ ആ മനസ്സിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് അതിനെയൊക്കെ നിങ്ങളെ ഭയത്തിൽ നിന്നും എന്തെന്ന് ചെയ്യിക്കും? ഭയത്തിൽ നിന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആ ഭയമെല്ലാം ഇല്ലാതാക്കി തരികയാണ്. കേട്ടോ? സങ്കടപ്പെടേണ്ട. അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനോട് സംസാരിച്ചാൽ മതി. സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ടതില്ല. എന്താണ്? വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു എനിക്ക് സംഭവിക്കുന്നതും. അപ്പോൾ എനിക്കിതൊന്നും തുറന്നു പറയുവാൻ ആളും ഒന്നുമില്ല. അഥവാ ഞാൻ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എനിക്ക് ക്രൂരമായ പെരുമാറ്റങ്ങളായിരുന്നുണ്ട്. വ്യക്തികളോട് പറയുമ്പോൾ കളിയാക്കല്, പരിഹസിക്കല്, ഒറ്റപ്പെടുത്തല്, വ്യക്തികൾ. പക്ഷെ ഇത് മനസ്സാണ്. നമുക്ക് പെട്ടെന്നൊന്നും ക്ലിയറായി കിട്ടത്തുമില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സ്വയം തിരിച്ചറിയുന്നത് എൻ്റെ മനസ്സായിരുന്നു. അത് നമ്മൾ പോലും അറിയാതെ അവിടേക്ക് വന്നെത്തുന്നതാണ്. പലരും പറയും, നീ എനിക്കൊന്ന് ചിന്തിക്കാതിരുന്നുകൂടെ? എങ്ങനെ ചിന്തിക്കുക? നമ്മുടെ മനസ്സ് ഓരോന്നും കൊണ്ടുവന്ന് എത്തിക്കുക. നമ്മുടെ കയ്യിൽ കുഴപ്പമല്ല, അത് നമ്മുടെ കയ്യിലെ കുഴപ്പമല്ല. നമ്മുടെ മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങളും കൊണ്ടെത്തിക്കുന്നത്, നല്ലതും ചീത്തയും എല്ലാം കെട്ടതും ഒക്കെയും നമ്മുടെ മനസ്സ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. അതിൽ ഏത് വേണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, നിങ്ങളുടെ തീരുമാനമാണ്. ഇതിൽ ഞാൻ ഏതെടുക്കണമെന്ന് എല്ലാം നിങ്ങളുടെ മനസ്സിലാണ് വന്നടിക്കുന്നത്. എവിടെയാണ്? മനസ്സ്. പിന്നീടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ആ മനസ്സ് കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ കൈപ്പിടിയിൽ എത്തിച്ച് അതിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം അറിയും, മനസ്സിനെ എനിക്കിങ്ങി കിട്ടി. പിന്നീട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് ഈ നാവ് കൊണ്ടാണ്.
നിങ്ങൾ നാവ് കൊണ്ട് സംസാരിച്ചിട്ടത് മുഴുവനാണ് ഈ ലോകം മുഴുവൻ വായിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് കലകളായും പ്രവൃത്തിയാലും ഒക്കെയും നിങ്ങൾ ഓരോരുത്തരും കൊണ്ടിടുന്നതല്ല ആളുകൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കലകളായും കൊലകളായും പ്രവൃത്തികൾ കൊലകളായും ഭീകരതയായും ഒക്കെ ഇങ്ങനെ കിടക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടന്നിട്ട് നമ്മൾ ധ്യാനത്തിലേക്ക് വരുമ്പോഴേ അതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങ് വരും. ഞാനതുപോലെയായിരുന്നു. ആർക്കും ഒരു ശല്യം ഇല്ലാതെ ഇവിടെ ഇരുന്നപ്പോൾ എന്നെ മോശപ്പെട്ടവളെന്ന് പറഞ്ഞു, ദൈവം സമയമെന്ന് പറഞ്ഞു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചുമത്തി എന്നെ കൊല ചെയ്ത്. അതുകൊണ്ടാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്,